എല്ലാവർക്കും നമസ്കാരം. ഒരേ ആരോഹണ അവരോഹണങ്ങളുള്ള രാഗങ്ങളുടെ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് രേവഗുപ്തി, ഭൂപാളം എന്നീ രണ്ട് രാഗങ്ങൾ നോക്കാം. രേവഗുപ്തിക്കും ഭൂപാളത്തിനും ആരോഹണ അവരോഹണങ്ങൾ സരിഗ, പധസ, സദപ, ഗരിസ എന്നിവയാണ്. ഒരു സ്വരത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ആണ് രണ്ട് രാഗങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. നമുക്ക് രേവഗുപ്തി നോക്കാം. രേവഗുപ്തി 15ാമത്തെ മേളകർത്ത രാഗമായ മായാമാളവ ഗൗളയുടെ ജന്യരാഗമാണ്. സ്വരങ്ങൾ വരുന്നത് ഷഡ്ജം, ശുദ്ധ ചെറിയ ഋഷഭം, അന്തരഗാന്ധാരം, വലിയ ഗാന്ധാരം, പഞ്ചമം ശുദ്ധ ധൈവതം ശുദ്ധ ചെറിയ ധൈവതമാണ്. ഔഡവ രാഗങ്ങൾ എന്ന കാറ്റഗറിയിൽ പെടുന്ന രാഗങ്ങളാണിതെല്ലാം. രേവഗുപ്തിയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരു പ്രഭാത രാഗമാണ്. പ്രഭാതത്തിൽ പാടാൻ പറ്റിയ ഒരു രാഗമാണ്. വളരെ മംഗളകരമായിട്ടുള്ള ഒരു രാഗമാണ്. സാരി ഗ പ ധ സ സാധ പ ഗ രി സ സരി ഗ പ ധ സ സാധ പ ഗ രി സ ഗ പ ധ പ ഗ രി സരി ഗ പ ധ പ ധ സ ധ പ ഗ രി സരി ഗ രി ഗ പ ധ പ ധ സ രി ഗ രി സ ധ പ ഗ പ ധ സ ധ പ ഗ ധ ധ പ ധ പ ഗ പ ഗ രി സ ധ പ ധ സ രി ഗ രി സ. ഇതാണ് രേവഗുപ്തി. ഇതിനകത്ത് നമ്മൾക്ക് കൃതികൾ നോക്കുകയാണെങ്കിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കൃതി നമുക്ക് കാണാൻ സാധിക്കും. ഗോപാലക പാഹി മാം അനിശം പ്രഥമൈ ഗോപാലക പാഹി മാം അനിശം പ്രഥമൈ ഗോപാലക പാഹി മാം അനിശം അനീശം അനീശം. ഇതാണ് രേവഗുപ്തി. നമുക്ക് അടുത്തത് ഭൂപാളം നോക്കാം. ഭൂപാളം 8ാമത്തെ മേളകർത്ത രാഗമായ തോടിയുടെ ജന്യരാഗമാണ്. രേവഗുപ്തിക്കും ഭൂപാളത്തിനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഗാന്ധാരം മാത്രമാണ് അതിൽ വ്യത്യാസമായിട്ട് വരുന്നത്. രേവഗുപ്തിയുടെ അന്തരഗാന്ധാരത്തിൻ്റെ പ്ലേസിൽ സാധാരണ ഗാന്ധാരം ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഭൂപാളം കിട്ടും. സരി ഗ പ ധ സ സാധ പ ഗ രി സ സരി ഗ പ ധ പ ഗ രി സ സരി ഗ രി സ സരി ഗ പ ധ പ ഗ പ ധ സ ധ പ ഗ രി സ. ഭൂപാളം ഒരു പ്രഭാത രാഗമാണെന്ന് പറയുന്നെങ്കിലും ഒരു ശോകരസമാണ് അതിൽ കൂടുതലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം ശുഭപന്തവരാളി രാഗവുമായിട്ട് ചെറിയൊരു സാമ്യം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ശുഭപന്തവരാളി ഒരു പ്രതിമധ്യമ രാഗമാണ്. സാരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. ഭൂപാളം വരുമ്പോൾ സാരി ഗ പ ധ സ സാ ധ പ ഗ രി സ. ഇതിനകത്ത് ഒരു കൃതി നോക്കുകയാണെങ്കിൽ സദാചലേശ്വരം ഭവേഹം ചമത്കാരപുരഗേഹം
गिरिजामोहं सदा चलेश्वरं भावयेऽहं चमत्कारपुरगेऽहं गिरिजामोहं सदा चलेश्वरं ഭാവയേഹം. അതാണ്. അപ്പം ഇത് രണ്ടുമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ച 2 രാഗങ്ങൾ. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.